10 വർഷമായിട്ട് തുള്ളി മഴ പെയ്യാത്ത ചില ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, മൃഗങ്ങൾക്കോ മറ്റു വസ്തുക്കൾക്കോ ജീവിക്കാൻ പറ്റില്ല. ഈ പ്രകൃതിക്ക് ആവശ്യമായ കാര്യങ്ങൾ അള്ള പടച്ചതല്ല. എന്തിനാണ് എലിന്ന് നമുക്ക് തോന്നും, എന്തിനാണ് പാമ്പും തോന്നും. ഏറ്റവും കൃത്യമായ രീതിയിലാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടിപ്പ്. എന്തിനാണ് പാമ്പ് അതുകൊണ്ടുള്ള ഉപകാരം എന്നുള്ളതിലേക്ക് ഞാൻ കിടക്കണില്ല. എന്തിനാണ് ഡിനോസോർ, എന്തിനാണ് മാമത്ത്, എന്തിനാണ് ഇത്തരം സാധനങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ടാവും. അന്ന് അവറ്റങ്ങൾ ഉണ്ടായത് കൊണ്ടും അവറ്റ മണ്ണിൽ അടിഞ്ഞു പോയത് കൊണ്ടുമാണ് ഇന്ന് നമ്മൾ വാഹനം ഓടിക്കുന്നതെന്ന് മനസ്സിലാക്കുക. വാഹനമില്ലാത്ത കാലത്ത് ഭീമാകാരമായ ജന്തുക്കളുണ്ടായി, ഭീമാകാരമായ ജന്തുക്കളുണ്ടായി. നമ്മുടെ ആനനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വലുപ്പമുള്ള മാമത്തുകളുണ്ടായി, വലിയ വലിയ ഡിനോസോറുകളുണ്ടായി. അവയ്ക്ക് വംശനാശം വന്നു, പല കാരണങ്ങളാണ്. അവയുടെ ഭീമാകാരമായ ശരീരങ്ങൾ മണ്ണിലടിഞ്ഞു, ചിലയിടങ്ങളിൽ കൂടുതൽ അടിഞ്ഞു. ആ വസ്തുക്കളിൽ നിന്ന്, ആ ജന്തുക്കളുടെ ശരീരത്തിൽ നിന്ന് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നു. നമ്മുടെ പെട്രോളിയം ഡീസലിനെ കുറിച്ചൊക്കെ ഫോസിൽ ഇന്ധനം എന്നാണ് പറയാം. ഒരു കറുത്ത ചളിയായിരിക്കും ഇത് കോരിയെടുക്കുമ്പോൾ, ഒരു കറുത്ത ചളിവെള്ളമായിരിക്കും ഇത് കോരിയെടുക്കുമ്പോൾ. പിന്നെ അതിൽ നിന്ന് റിഫൈനറികളിൽ വെച്ച് പെട്രോളും ഡീസലും മണ്ണെണ്ണയും ടാറും, എന്തിനധികം കാലമുണ്ടാൽ നമ്മൾ തേൽക്കുന്ന, നമ്മൾ വാരി തേച്ചുകൊണ്ടിരിക്കുന്ന ഈ പെട്രോളിയം ജെല്ലി, വാസ്ലിൻ പോലത്തതൊക്കെ രൂപപ്പെടുന്നു. എന്തിനായിരുന്നു അവ? എന്തിനായിരുന്നു ഡിനോസർ? എന്തിനായിരുന്നു മാമത്ത്? നമ്മളൊരു സാധ്യത പറഞ്ഞു എന്നുള്ള പടച്ചറബിന്റെ ഉദ്ദേശം നമുക്കറിയാത്ത വിധം വളരെ വിപുലായിരിക്കും. അപ്പൊ ഈ പ്രകൃതിയുടെ താളത്തിന് മാറ്റം വന്നാൽ നോക്കൂ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മല ഒന്നിച്ചിറങ്ങി വരികയാണ്. ഖിയാമത്ത് കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഖുർആനിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഈ മലകളൊക്കെ ഇങ്ങനെ മേഘം പോലെ പാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ വാഹനം പോലെ മല ഇങ്ങനെ ഓടി വരുന്നത് നമ്മൾ കാണുക. എന്തുകൊണ്ട് പ്രകൃതിയോട് എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന സുതാര്യമായ മതം പറയുന്ന രീതിയിൽ നിന്ന് മാറി നമ്മൾ അമിതമായ ആർത്തിയും ആഡംബരവും ജീവിതശൈലിയാക്കി മാറ്റിയപ്പോൾ നമുക്ക് വിഭവങ്ങൾ പോരെന്ന് തോന്നും. പിന്നെയും മാന്തി കൂട്ടാൻ തോന്നും.